ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ലൈനിസം, ലീഡർഷിപ്പ് ഇൻ ലൈനിസം, ലൈൻ ഇന്റർനാഷണൽ എന്നുള്ള സബ്ജക്റ്റാണ്. ഞാൻ ആക്റ്റായിട്ടുള്ള കണ്ണൻ സാറിനെ കൊണ്ടുവന്നതിലുള്ള സന്തോഷവും ഞാൻ പങ്കുവയ്ക്കുന്നു. ജയൻജി, ഞാൻ സംസാരിച്ചു തുടങ്ങിയാണ്. അപ്പം ഞാൻ ജസ്റ്റ് കണ്ണൻ സാറിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ലീഡർഷിപ്പ് എന്ന ബോൺ ക്യാരക്ടറാണ്. ഒരു ലീഡർ എന്ന് പറയുന്നത് നോസ് ദ വേ, ഗോസ് ദ വേ ആൻഡ് ഷോസ് ദ വേ. അതാണ് എക്സാക്റ്റ് ആയിട്ട് കണ്ണൻ സാറിനെ പറ്റി ആദ്യം എനിക്ക് പറയാനുള്ളത്. ഡോക്ടർ കണ്ണൻ സാറിനെ പറ്റി ആദ്യം എനിക്ക് പറയാനുള്ളത്, അദ്ദേഹം എഞ്ചിനീയർ അയ്യപ്പ സാറിൻ്റെ എൽഡർ സണ്ണായിട്ട് ജനിച്ചു. സ്കൂളിൽ തന്നെ പല സ്റ്റേറ്റിലാണ്, ട്രിവാൻഡ്രത്തും ഡൽഹിയിലും ചെന്നൈയിലൊക്കെ പഠിച്ചുകൊണ്ട് തന്നെ പല ഭാഷ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് അദ്ദേഹത്തിന് ആർജിച്ചു. ഹോമിയോപ്പതിയാണ് അദ്ദേഹം തിരഞ്ഞെടുത്ത സബ്ജക്റ്റ്. ഗ്രാജുവേഷൻ ഹോമിയോപ്പതി മംഗലാപുരത്ത് നിന്നും MD ഹൈദരാബാദിൽ നിന്നും എടുത്തു. ഇതിൽ ഗവൺമെന്റ് ഓഫ് കേരളയിലെ അദ്ദേഹം ആദ്യം ജോയിൻ ചെയ്തു. പക്ഷെ തൻ്റെ കഴിവ് അതിന് മാത്രം ഒതുങ്ങിക്കുന്നതല്ല എന്ന് ബോധ്യമുള്ളതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു സീരീസ് ഓഫ് ക്ലിനിക്സ് റൺ ചെയ്യാൻ തുടങ്ങി. ഇന്ത്യയിൽ എനിക്കുമില്ല, നിങ്ങൾക്ക് എന്നെ ഹോമിയോപ്പതി മാത്രമല്ല, ഒരു കമ്പ്യൂട്ടറിനെ പറ്റിയും കൂടുതൽ അറിവ് ഉള്ളതുകൊണ്ട് തന്നെ ആ ലെവലിലും അദ്ദേഹം ചിന്തിച്ചു തുടങ്ങി. അങ്ങനെ അദ്ദേഹം ഒരു സോഫ്റ്റ്വെയർ വരെ ഡെവലപ്പ് ചെയ്തു ഹോമിയോപ്പതിയെ പറ്റി. അദ്ദേഹം ഇന്റർനാഷണലിലെ ഒരു പല ബുക്സും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, നാഷണലിലും ഇന്റർനാഷണലിലും. അതുപോലെ വിസിറ്റിംഗ് ഫാക്കൽറ്റി ആയിട്ട് ഹോമിയോപ്പതിയെ പല ഇന്റർനാഷണൽ സൈറ്റിലും അദ്ദേഹം പോകുന്നുണ്ടായിരുന്നു. ഇതാണ് ആദ്യം ബോൺ ക്യാരക്ടർ ഞാൻ പറയാൻ കാരണം. ലൈനസത്തിന് വരുന്നതിന് മുമ്പേ, ലൈനസത്തിന് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം മിക്കവാറും എല്ലാ പൊസിഷനും കൈകാര്യം ചെയ്തു കഴിഞ്ഞു. പല അവാർഡുകളും ഇന്റർനാഷണലിലും മൾട്ടിപ്പിൾ അദ്ദേഹം കിട്ടിക്കഴിഞ്ഞു. FDA ഗ്രാജുവേറ്റ് ആണ്. എല്ലാ ഇന്റർനാഷണൽ കൺവെൻഷനിലും അദ്ദേഹം ജോയിൻ ചെയ്ത ശേഷം പങ്കെടുത്തിട്ടുണ്ട്. വർഷം അദ്ദേഹം കഴിഞ്ഞ അങ്ങേ വർഷം അദ്ദേഹം ഗവർണർ ആയിരിക്കുന്ന സമയത്ത് ബാക്കിയുള്ള സർപ്ലസ് ഫണ്ട് ക്ലബുകൾക്ക് കൊടുക്കാനുള്ള ഇതും കൂടെ അദ്ദേഹം ചെയ്തു കഴിഞ്ഞു. അദ്ദേഹം മൾട്ടിപ്പിൾ സെക്രട്ടറി ആയിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ശ്രീമൂലം ക്ലബിലെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അങ്ങനെ വിവിധ മേഖലകളിൽ ലീഡർഷിപ്പ് അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞു. തീർച്ചയായിട്ടും ഇന്ന് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല വ്യക്തിയാണ് തിരഞ്ഞെടുത്തത്. അദ്ദേഹത്തിന് നിങ്ങളുടെ മുമ്പ് ഞാൻ പ്രസന്റ് ചെയ്യുന്നു. താങ്ക് യു സനൽകുമാർ സാർ. ലീഡർഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് വിത്ത് ലയൺസ് ഇന്റർനാഷണൽ എന്ന സബ്ജക്റ്റിനെ പറ്റി നമുക്ക് സംസാരിക്കാനായിട്ട് നമ്മുടെ ഇവിടെ ഉള്ളത് ഡോക്ടർ കണ്ണൻ ഡോക്ടറാണ്. അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടുത്തി. സാർ, ഫ്ലോർ ഈസ് യുവേഴ്സ്. സാർ സംസാരിക്കും. Thank you, Kabirji. Most respected District Governor, Lion Jain C. Job, ഇന്നത്തെ നമ്മുടെ GLT കോർഡിനേറ്റർ ലയൻ കബീർ ദാസ്. ഇതിനകത്ത് എനിക്കിപ്പോൾ കാണാമെന്നുള്ളതിൽ മൾട്ടിപ്പിൾ ട്രഷറർ കയറിയിട്ടുണ്ട്. രാമേന്ദ്രൻ സർ, അദ്ദേഹം കഴിഞ്ഞ വർഷം 318E ഡിസ്ട്രിക്ട് ഗവർണറായിരുന്നു. ആൻഡ് ലയൻ ലീഡേഴ്സ് ആൻഡ് ഫ്രണ്ട്സ്, നമസ്തേ. കബീർജിയോട്, ഹോസ്റ്റിനോട് എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത്, എല്ലാവരെയും മ്യൂട്ടാക്കി അവരുടെ മീൻസ് അൺമ്യൂട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി എടുത്ത് കളഞ്ഞാൽ നല്ലത്. ബിക്കോസ് ലോഗിൻ ചെയ്യുമ്പോൾ അൺമ്യൂട്ട് ആയിട്ടാണ് അവർ കയറി വരുന്നത്. അപ്പൊ പിന്നെ ഡിസ്റ്റർബൻസ് ഇല്ലാതെ മറ്റവർക്ക് കേൾക്കാൻ പറ്റും. അപ്പൊ ഇന്ന് ഒരു വളരെ വണ്ടർഫുൾ ടോപ്പിക്കാണ് കബീർജി എനിക്ക് തന്നത്. ശരിക്കും ലീഡർഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ലയണിസം എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ നാരോ ആയിട്ട് ലയൺസിൽ നിന്ന് കിട്ടുന്ന ലീഡർഷിപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് മാത്രമാണ് നമ്മുടെ മനസ്സിൽ ചിന്തയിൽ വരുന്നത്. അപ്പൊ ഇന്ന് എനിക്കൊരു ഹാഫ് ആൻ അവറേ ഉള്ളൂ കഷ്ടി. ശരിക്കും 9 മണിക്ക് നമ്മൾ ക്ലോസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിലെനിക്ക് പറയാനുള്ളത്, വെൻ യു ബിക്കം എ ലയൺ, അപ്പൊ തന്നെ ഹ്യൂജ് ആംപിൾ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഓപ്പണായി കിട്ടുകയാണ്. കാരണം ലയണിസത്തിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പം നമ്മുടെ സ്വന്തം പ്രസ്ഥാനങ്ങളുണ്ട്. ഈവൻ ഒരു ഗ്രഹനാഥനായിട്ടിരിക്കുമ്പോൾ പോലും നമ്മൾ ഒത്തിരി ഡ്യൂട്ടീസ് ചെയ്യുന്നുണ്ട് നമ്മുടെ കുടുംബത്തിൽ. അങ്ങനെ മൾട്ടിപ്പിൾ റോൾസിൽ ഒരു വ്യക്തി പല ലീഡർഷിപ്പ് ക്വാളിറ്റീസും
അറിഞ്ഞോ അറിയാതെയോ അവരുള്ളിലുണ്ട്. ബട്ട് ഒരു കമ്മ്യൂണിറ്റിയിൽ ഇത് ലയൺസ് പോലെ ഒരു ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്യുമ്പോൾ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യുന്ന ആൾക്കാർ ഗെയിൻ ചെയ്യുന്ന ഒത്തിരി അതർ സ്കിൽസ് അത് അറിഞ്ഞോ അറിയാതെ നമ്മുടെ അകത്ത് ഇൻകൾക്കേറ്റ് ചെയ്ത് വരിക. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ലയൺസ് ക്ലബ്ബിൽ തന്നെ ഓരോ ക്യാമ്പ് നടത്തുന്നു, അല്ലെങ്കിൽ ഇപ്പം ഞാൻ എൻ്റെ കുറച്ച് എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യുകയാണെങ്കിൽ, ഓഫ് കോഴ്സ് പ്രസൻറ്റേഷനിൽ പോകുന്നതിന് മുമ്പ് എൻ്റെ കുറച്ച് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയാണെങ്കിൽ, ഇപ്പം എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ സനൽകുമാർ സാർ, താങ്ക് യു. സനൽകുമാർ സാർ പറഞ്ഞു ഒത്തിരി യാത്രകൾ പോയത്. യാത്രകൾ ലയൺസത്തിൽ പോയ അതിൽ നിന്ന് തന്നെ ലോട്ട് ഓഫ് ലേണിങ്സ് ഐ ഹാഡ് ആക്ച്വലി അക്വയർഡ്. അത് പറയുകയാണെങ്കിൽ ഇപ്പം എൻ്റെ മെൻറ്റർ ഇന്ന് നമ്മുടെ കൂടെ ഇല്ലാത്ത ഹരിഹരൻ സാറിനെ ഓർക്കുകയാണ്. അദ്ദേഹം ഓരോ രാജ്യത്ത് പോകുമ്പോൾ അവിടുത്തെ തന്നെ ഡിഷസ് ആയിരിക്കും കഴിക്കുന്നത്. അപ്പം ദാറ്റ് ഓൾസോ വി ലേൺ എ ലോട്ട് ഓഫ് തിങ്സ് ഓഫ് ദ കൾച്ചർ ഓഫ് ദ കൺട്രി. അവരുടെ ആൾക്കാർ എന്ത് ടൈപ്പ് ഓഫ് ഫുഡാണ്. അപ്പം ദാറ്റ് ഈസ് അനദർ ലേണിംഗ്. അപ്പം അത് വരുന്ന കുറച്ച് കാര്യങ്ങളിലോട്ട് ഞാൻ ഇനിയിപ്പോൾ സ്ലൈഡ്സിലോട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അതുപോലെ ഓരോ ലീഡേഴ്സിൽ നിന്ന് നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിച്ച കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ദാറ്റ് ഹാസ് ഡിഫൈൻഡ് വാട്ട് ഐ ആം ടുഡേ. ഇപ്പോൾ ലയൺസത്തിൽ വന്നതിന് ശേഷം ഈച്ച് തിങ് ഹാസ് കോൺട്രിബ്യൂട്ടഡ് ഇൻ ഡിഫറെൻറ്റ് ആസ്പെക്ട്സ്. അപ്പോൾ ഇപ്പോൾ ഞാൻ സ്ലൈഡ് ഷെയർ ചെയ്യാം, ആൻഡ് സോ ദറ്റ് ഒരു ഓർഗനൈസ്ഡ് ആയിട്ട്. അപ്പം എനിക്ക് ഹോസ്റ്റ് ഒന്ന് സ്ലൈഡ് ഷെയർ ചെയ്യാനുള്ള പെർമിഷൻ തരണം. കാണാമല്ലോ അല്ലേ? കാണാം. ഓക്കെ. ഓക്കെ, അപ്പം അൺലോക്കിംഗ് സെക്കൻഡ്, ഏറ്റവും മെനു ബാർ എന്നെ വായിക്കാൻ സമ്മതിക്കുന്നുണ്ട്. ഓക്കെ, അൺലോക്കിംഗ് ലീഡർഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ലയൺസ് ക്ലബ്സ്. അപ്പം അതിനകത്ത് നമുക്ക് ഒത്തിരി ട്രെയിനിങ് പ്രോഗ്രാംസ് ഉണ്ട്, ഓൺലൈൻ ട്രെയിനിങ് മോഡ്യൂൾസ് ഉണ്ട്. അപ്പം അത് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഇന്ന് ഇതിൻ്റെ ജിസ്റ്റ് കാണാം. ഇന്ന് നമ്മൾ ഓടിച്ചു നോക്കാൻ പോകുന്ന ടോപ്പിക്സ്: ഇൻട്രൊഡക്ഷൻ ഓഫ് ലീഡർഷിപ്പ് ഇൻ ലയൺസ് ക്ലബ്, ലീഡർഷിപ്പ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ആൻഡ് സ്കൂളിങ്സ്, ഓൺലൈൻ ഓപ്പർച്യൂണിറ്റീസും പിന്നെ ബെനിഫിറ്റ് എങ്ങനെ നമുക്ക് ഈ ലീഡർഷിപ്പ് ട്രെയിനിങ് ഇമ്പാക്ട് ചെയ്യുന്നു എന്നുള്ളത്. ഇൻട്രൊഡക്ഷൻ ടു ലീഡർഷിപ്പ് ഇൻ ലയൺസ് ക്ലബ്സ്. അപ്പം അതിനകത്ത് നമ്മൾ ആദ്യം ഇമ്പോർട്ടൻസ് ഓഫ് ലീഡർഷിപ്പിൽ പറയുന്ന ആസ്പെക്ട്സ്. ലീഡർഷിപ്പ് ഇൻസ്പയർസ് മെമ്പേഴ്സ്. ഒരു സംശയമില്ല, നമ്മൾ പുതിയ മെമ്പേഴ്സിനെ ജോയിൻ ചെയ്യിക്കുമ്പോൾ സ്ട്രോങ് ലീഡേഴ്സ് മോട്ടിവേറ്റ് ലയൺസ് ക്ലബ്സ് മെമ്പേഴ്സിനെ ടു ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ആൻഡ് കോൺട്രിബ്യൂട്ട് ടു ദ കോമൺ ഗോൾ. നമ്മൾ ഒരു സർവീസ് ഓർഗനൈസേഷനാണ്. അപ്പം ഞാൻ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ ലയൺസിന്റെ ഡിസ്ട്രിക്ട് ഓഫീസിൽ സ്ഥിരം പോകുമായിരുന്നു. അന്ന് നമ്മുടെ DG ഡോക്ടർ താസിം സാർ ഈഞ്ചക്കല്ലായിരുന്നു ഓഫീസ്. അപ്പൊ ഡെയിലി ചെന്ന് ലയൺസ് ക്ലബിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവർ ചെയ്യുന്ന സർവീസ് ആക്ടിവിറ്റീസ് കണ്ട് ഇൻസ്പയർ ആയ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ജോയിൻ ചെയ്ത അന്ന് മുതൽ വളരെ ആക്റ്റീവായിട്ട് തന്നെ നിന്നതും. എല്ലാവരും എന്നോട് പലവരും ഫ്രണ്ട്സ് ചോദിക്കാറുണ്ട്, ലയൺസിൽ ജോയിൻ ചെയ്തിട്ട് ആദ്യത്തെ വർഷം മുതൽ എങ്ങനെയാണ് കൺവെൻഷനിൽ പോയത്, ഇതിനെക്കുറിച്ച് അറിയാമായിരുന്നു. കാരണം ഞാൻ ജോയിൻ ചെയ്ത് വിത്തിൻ കപ്പിൾ ഓഫ് മന്ത്സ് ആയിരുന്നു ആദ്യത്തെ കൺവെൻഷൻ ഓസ്ട്രേലിയയിൽ. അപ്പം എങ്ങനെ പോയെന്ന് ചോദിക്കുമ്പോൾ, ബിക്കോസ് അതിന് മുന്നേ തന്നെ ഞാൻ റെഗുലറായിട്ട് ഓഫീസിൽ വിസിറ്റ് ചെയ്യുമായിരുന്നു. ലയൺസ് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ബിഫോർ ബിക്കമിങ് എ ലയൺ ഇറ്റ് സെൽഫ് കണ്ട് പരിചയം ഉണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്കൊരു ഗുണമുണ്ടായി. അപ്പോൾ ഈ ലീഡർഷിപ്പ് തിങ്സ്, വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ഡിസ്ട്രിക്ട് ഓഫീസ് എന്നുള്ളതെല്ലാം അതിൽ നിന്ന് തന്നെ പഠിച്ചിട്ടുണ്ട്. ഈവൻ ബിഫോർ ബിക്കമിങ് എ ലയൺ അവിടുത്തെ ഡിസ്ട്രിക്ട് ഡയറക്ടറി എഡിറ്റിങ്ങിൽ വരെ ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഹൗ യു കോർഡിനേറ്റ് തിങ്സ് എന്നുള്ള ഇൻസ്പിറേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഇതിനകത്ത് നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് കാണുമ്പോൾ ദാറ്റ് ഇൻസ്പയർസ് ദ മെമ്പർ. ഐ വാസ് എ ന്യൂ പേഴ്സൺ ആ കാലത്ത്. അപ്പോൾ ദാറ്റ് ടൈം ദീസ് തിങ്സ് മീൻസ് ഇത്രയും സ്ഥലത്തുനിന്ന് ആൾക്കാർ, അന്ന് കായംകുളത്തു നിന്ന് വരെ ആൾക്കാർ ഇവിടെ വന്നാണ് ഓരോ പ്രാവശ്യം ഡിസ്ട്രിക്ട് ഗവർണറിനെ മീറ്റ് ചെയ്ത്. അന്ന് ഈ ഇമെയിലും അല്ലെങ്കിൽ ഓൺലൈനിൽ ഉള്ള
ഡീറ്റെയിൽസ് ഒന്നുമില്ല. മീൻസ് ക്ലബ്സിന് കയറി ഓൺലൈനിൽ കയറി അവരുടെ മന്ത്ലി റിപ്പോർട്ട്സ് സബ്മിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. എല്ലാവരും തപാലിലോ ലെറ്ററിലോ ഫുൾ ഡിസ്ക്രിപ്ഷൻ വെച്ചിട്ടോ അല്ലെങ്കിൽ വന്ന് പേഴ്സണലി ഹാൻഡ് ഓവർ ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു. സോ ത്രൂട്ട് ഇത്രയും ആൾക്കാരെ കാണാനും പരിചയപ്പെടാനും ഈ ഒരു ലീഡർ എങ്ങനെ അതിനെ മാനേജ് ചെയ്യുന്നത് കണ്ട് ഇൻസ്പയർ ആയ എന്നെ തന്നെ എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. ഒരു പുതിയ മെമ്പറായിട്ട് ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ അതൊക്കെ ആയിരുന്നു വളരെ യൂസ്ഫുൾ ആയിരുന്നു. ഡ്രൈവിംഗ് സക്സസ്ഫുൾ പ്രോജക്ട്സ്. ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ ഏതൊരു ക്ലബിലും നമ്മൾ വന്നിട്ട് ഒരു പർട്ടിക്കുലർ പ്രോജക്റ്റിന് നമ്മൾ ചെയ്തുകൊണ്ട് പോകണമെങ്കിൽ ആ പ്രസിഡന്റ് മാത്രം വിചാരിച്ച ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇറ്റ് ഈസ് എ ടീം വർക്ക്. ആ ടീം വർക്കിൽ ഡെലിഗേഷൻ ഇപ്പോൾ ഒരു ക്ലബിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന എല്ലാ പ്രോജക്ട്സും ഇല്ലാന്ന് വെച്ചാൽ ഒരു 4-5 ഇമ്പോർട്ടൻറ്റ് പ്രോജക്ട്സ് മാത്രം ചെയ്യുന്ന ക്ലബ്ബായിരിക്കാം. ചിലപ്പോൾ ഡയബറ്റിസ് ക്യാമ്പ്, ചിലപ്പോൾ വിഷൻ ക്യാമ്പ്, അല്ലെങ്കിൽ മെഡിക്കൽ ക്യാമ്പ്, അല്ലെങ്കിൽ പീസ് പോസ്റ്റ്. ഇങ്ങനെ ഓരോ പ്രോജക്ട്സ് ഒരു 4-5 ചെയ്യുന്ന ഒരു ക്ലബ്ബാണെങ്കിൽ അതിനകത്ത് പ്രസിഡന്റ് ആദ്യം തന്നെ തീരുമാനിക്കുകയാണെങ്കിൽ ഇന്ന വ്യക്തിക്ക് ഇന്ന കപ്പാസിറ്റീസ് ഉണ്ട്, അപ്പോൾ അവരെ ഡെലിഗേറ്റ് ചെയ്ത് ഈ പ്രോജക്ട്സ് ചെയ്യാൻ നിങ്ങൾ തന്നെ അതിൻ്റെ ബാക്കിൽ വേണം എന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ പീസ് പോസ്റ്ററിന് ഒരാളെ കൊടുക്കുകയാണെങ്കിൽ ആ പീസ് പോസ്റ്ററിന് ചാർട്ട് പേപ്പർ അല്ലെങ്കിൽ അതിനുള്ള കളേഴ്സ്, ആ സ്കൂളിൽ ചെന്ന് അതിൻ്റെ അറേഞ്ച്മെന്റ്സ്, എത്ര കുട്ടികൾക്ക് ഇരിക്കാൻ പറ്റും, ഇങ്ങനെയൊക്കെ നോക്കി നമ്മൾ ഒരു അറേഞ്ച്മെന്റ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു വ്യക്തി ആ പീസ് പോസ്റ്റ് ചെയ്യുന്നതിൽ ഇൻവോൾവ് ആവുന്നുണ്ട്. മെഡിക്കൽ ക്യാമ്പ് നടത്തുമ്പോൾ ഹോസ്പിറ്റലായിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ DC ആരാണ് മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നോ അവരടുത്ത് സംസാരിച്ച് അത് കോർഡിനേറ്റ് ചെയ്ത് ഈ മെഡിക്കൽ ടീം വരുന്ന ടീമിൽ എത്ര പേരുണ്ട്, അവരെന്തെല്ലാം വിഭാഗം നോക്കും, അല്ലെങ്കിൽ അവർക്കുള്ള ഫുഡ് അറേഞ്ച് ചെയ്യണം, നോട്ടീസ് അടിക്കണം, ലൗഡ് സ്പീക്കറിൽ അനൗൺസ് ചെയ്യണം. ആ ഏരിയയിൽ പോയി ഇപ്പം ചിലവർ വന്നിട്ട് ECG ഉണ്ടാവും, ECGക്ക് സെപ്പറേറ്റ് റൂം വേണം, പ്രൈവസി വേണം, മെറ്റലിലുള്ള കട്ടിലൊന്നും പാടില്ല. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ ഒരു വ്യക്തി വേണം. അപ്പം ഇതെല്ലാം ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രസിഡന്റിനും സെക്രട്ടറിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ ക്ലബിൽ കോർഡിനേറ്റ് ചെയ്ത് പോകാൻ പറ്റും. ഈ പ്രസിഡന്റ് തന്നെ ചെന്ന് അവിടെ മേശ പിടിച്ചിടാനും അല്ലെങ്കിൽ ബാനർ കെട്ടാനും എല്ലാത്തിനും നിൽക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് അത്ര സക്സസ്ഫുൾ ആയിട്ട് ഒരു ക്യാമ്പ് ആയിരിക്കില്ല നമുക്ക് കിട്ടുന്നത്. അപ്പം നമ്മൾ ലയൺസ് ക്ലബ്ബിൽ വന്നു കഴിയുമ്പോൾ ഡെലിഗേഷനും കൂടെ ഇതിനകത്ത് പഠിക്കുകയാണ്. അപ്പം ഒരു സക്സസ്ഫുൾ ആയിട്ട് ഒരു പ്രോജക്റ്റ് ചെയ്യണമെങ്കിൽ ഓരോ കാര്യം, ഇപ്പൊ ഞാൻ മെഡിക്കൽ ക്യാമ്പിന്റെ കാര്യം പറഞ്ഞു, അവിടെ ബാനർ വേണമെങ്കിൽ ഈ പർട്ടിക്കുലർ കോർഡിനേറ്ററിന് പിന്നെയും ഡെലിഗേറ്റ് ചെയ്യാം, വേറൊരു വ്യക്തിക്ക് കൊടുക്കാം, ഫുഡ് വേറൊരു വ്യക്തിക്ക് കൊടുക്കാം. അപ്പൊ അങ്ങനെ ഓരോന്നും അവരും ഡെലിഗേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ദാറ്റ് ബിക്കംസ് എ ടീം വർക്ക് ആൻഡ് ഇറ്റ് ബിക്കംസ് വെരി വെരി സക്സസ്ഫുൾ. ആൻഡ് അതിൽ നിന്ന് നമുക്ക് അൺനോയിങ്ലി തന്നെ, നമ്മളൊരു മെഡിക്കൽ ക്യാമ്പ് നടത്തിയേ ഉള്ളൂ, പക്ഷെ അൺനോയിങ്ലി തന്നെ നമ്മൾ ഒത്തിരി ലീഡർഷിപ്പ് സ്കിൽസ് നമ്മൾ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യാം. പിന്നെ അലൈനിങ് വിഷൻ വിത്ത് കമ്മ്യൂണിറ്റി. ലീഡർഷിപ്പ് ഹെൽപ്സ് അലൈൻ ക്ലബ്സ് വിഷൻ ടു മീറ്റ് ദ ഇവോൾവിംഗ് നീഡ്സ് ഓഫ് ദ ലോക്കൽ കമ്മ്യൂണിറ്റി. അപ്പൊ അങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഏതൊരു ക്ലബ്ബ് എടുത്താലും ആ ഒരു പ്രദേശത്ത് എന്താണ് ആവശ്യം എന്ന് മനസ്സിലാക്കണമെങ്കിൽ അവിടെ ഇൻവോൾവ് ആയാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അതാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. അപ്പം ആ ഏരിയയിലെ നീഡ് അനുസരിച്ച് വേണം ലീഡേഴ്സ് മൂവ് ചെയ്യാനായിട്ടോ അവിടുത്തെ പ്രോജക്ട്സ് എടുക്കാനായിട്ടോ. ഇനി ടൈപ്സ് ഓഫ് ലീഡർഷിപ്പ് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ക്ലബ് ഒഫീഷ്യൽസിന് കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ ഉണ്ടാകും. ഇനി കമ്മിറ്റി ചെയർസ്, അതാണ് ഞാൻ പറഞ്ഞത്, സ്പെസിഫിക് ആയിട്ട് ഓരോ ഇവന്റ് ഓർഗനൈസ് ചെയ്യാനായിട്ട് ഓരോ ലീഡേഴ്സ് അല്ലെങ്കിൽ ചെയർസ്. ഇപ്പൊ നമ്മുടെ ഡിസ്ട്രിക്ട് ലെവൽ ചെയർസ് പറയുകയാണെങ്കിൽ ഇന്ന് ഈ പർട്ടിക്കുലർ ഇവന്റ് നടത്താനായിട്ട് നമുക്ക് GLT കോർഡിനേറ്റർ ആയിട്ട് കബീർദാസനുണ്ട്. അപ്പൊ അദ്ദേഹം വളരെ ഭംഗിയായിട്ട് ഈ വർഷം പുതിയതായിട്ട് ഇന്നോവേറ്റീവ് ആയിട്ട് ഉണ്ടാക്കിയ ഒരു സംഭവമാണ് ഈ റോറിംഗ് മൺഡേസ്. അപ്പോൾ അതിനകത്ത് ന്യൂ ആസ്പെക്ട്സ് ആൻഡ് ന്യൂ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ലീഡർഷിപ്പ് അല്ലെങ്കിൽ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ക്ലാസ്സസ് ആണ് അതിനകത്ത് വരുന്നത്. അപ്പം അദ്ദേഹം ചെയ്യുന്ന ഇതാണ്. അപ്പൊ കമ്മിറ്റി ചെയർ ആയിട്ട് അദ്ദേഹം ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിന്റെ ചെയറാണ്. നമ്മൾ DC എന്ന് പറയുന്നെങ്കിലും ദാറ്റ് ഇസ് വാട്ട് ഇവിടെ ഞാൻ മീൻ ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ റോളുണ്ട്. അപ്പം ആ റോള് വെച്ചിട്ടുള്ള ലീഡർഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് അതെന്തൊക്കെയാണ്. പിന്നെ ഡിസ്ട്രിക്ട് ലീഡേഴ്സ്, ഇപ്പൊ നമ്മുടെ വൈസ് ഡിസ്ട്രിക്ട് ഗവർണേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ട്രിക്ട് ഗവർണർ, അങ്ങനെ വരുന്ന ഡിസ്ട്രിക്ട് ലെവൽ ഓഫ് ലീഡേഴ്സിൽ വരുമ്പോൾ അവർക്കുണ്ടാവുന്ന ലീഡർഷിപ്പ് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് വെച്ചിട്ട് അവർക്ക് കിട്ടാൻ സാധ്യതയുള്ള ലീഡർഷിപ്പ് ഡെവലപ്മെന്റ്സ് ആണ് നമ്മൾ പറയുന്നത്. ഇനി ലീഡർഷിപ്പ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ആൻഡ് സ്കൂളിംഗ്സ് വിച്ച് ലയൺസ് ക്ലബ്സ്
ഓഫേഴ്സ് യു. അതും വളരെ ജസ്റ്റായിട്ട് നോക്കാം. ലോക്കൽ ആൻഡ് റീജിയണൽ ലീഡർഷിപ്പ് വർക്ക്ഷോപ്സ്. ഇതിനകത്ത് നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. വർക്ക്ഷോപ്സ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഒരു ലീഡറിന്റെ ലെവലിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് ആൾക്കാരെ കൊണ്ട് ആ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്നത്. ബിക്കോസ് ഇറ്റ് ഈസ് ഓൾ എ വോളണ്ടറി തിങ്. അപ്പം അതിനകത്ത് ടീം ബിൽഡിംഗ് ഉണ്ട്, പ്രോജക്റ്റ് മാനേജ്മെന്റ് ഉണ്ട്. ഇപ്പം ഞാൻ വേറെ ഇതിനു മുമ്പ് ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലീഡേഴ്സ്. അതിനകത്ത് ഹൗ ടു ബിക്കം എ മോർ ഓർ എ ബെറ്റർ ലീഡർ ഇൻ വിച്ച് പീപ്പിൾ വിൽ അഡ്മയർ യു ആൻഡ് വിൽ ഫോളോ യു. അതിനകത്ത് നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ചില ഓഫീസിൽ നിങ്ങൾ കണ്ടു കാണും, രാവിലെ തന്നെ വരുമ്പോൾ, ഇപ്പോൾ ടെക്നോ പാർക്കിൽ തന്നെ ഓഫീസിനകത്ത് ആൾക്കാർ കയറി പോകുമ്പം തന്നെ രാവിലെ ഷാർപ്പ് 9 മണിക്ക് അവിടെ എത്തും. ബിക്കോസ് പഞ്ചിങ്ങാണ്. ഈ പഞ്ച് ചെയ്യുന്നതിന് 5 മിനിറ്റ് മുമ്പ് വന്ന് കാറൊക്കെ പാർക്ക് ചെയ്ത് നീറ്റായിട്ട്, ഇത്ര ഡിസിപ്ലിൻഡ് ആയിട്ട് പാർക്കിംഗ് നിങ്ങൾ കണ്ടു കാണില്ല. പാർക്ക് ചെയ്ത് റിവേഴ്സ് എടുത്തൊക്കെ നീറ്റായിട്ട് ഇടും. എന്തിനാണെന്നറിയോ? വൈകുന്നേരം 5 മണി എന്നുണ്ടെങ്കിൽ ചാടിക്കേറി എത്രയും പെട്ടെന്ന് കാർ എടുത്തുകൊണ്ട് ഓടാനാണ്. അവർക്ക് ആ റോള് മീൻസ് ചെയ്ത് തീർക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. 9 to 5 ആ സീറ്റിൽ ഇരിക്കുക, മെക്കാനിക്കലി അവിടുത്തെ കാര്യങ്ങൾ ചെയ്യുക. കാരണം ബോസ് വളരെ സ്ട്രിക്റ്റ് ആണ്. അത് മനസ്സറിഞ്ഞ് ചെയ്യുന്ന റോളല്ല. ബിക്കോസ് മാസം അത് ചെയ്താൽ മാത്രമേ ശമ്പളം കിട്ടത്തുള്ളൂ എന്നുള്ളത് കൊണ്ട് മാത്രം അവരുടെ ഫിസിക്കൽ ഇൻവോൾവ്മെന്റ് ഉള്ള. അതേസമയം അവിടെ കുറച്ചുകൂടെ സ്കിൽ ഉള്ള ഒരു ലീഡർ ആയിരുന്നെങ്കിൽ അവരെ കൊണ്ട് ആ ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ 5 അല്ല 5:30 ആയാലും പോവാൻ, റിലാക്സ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു എൻവയോൺമെന്റ്. അപ്പോൾ അവിടെ ഒരു വൺനെസ്, നമുക്കും കൂടെ ആ ജോലി ചെയ്യണമെന്നുള്ള ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ലീഡർ ആണെങ്കിൽ അവിടെ കുറച്ചുകൂടെ നല്ല എന്താ പറയുക, റിസൾട്ട്സ് അല്ലെങ്കിൽ മോർ അച്ചീവ്മെന്റ്സ്, ടാർഗറ്റ്സ് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് വേറൊരു ടോട്ടലി ഡിഫറെന്റ് ടോപ്പിക്കാണ്, ദ ലെവൽസ് ഓഫ് ലീഡേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഹൗ ടു ബിക്കം എ ബെറ്റർ ലീഡർ എന്നുള്ളത്. അത് ഇനിയൊരു ദിവസം നമുക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ നമുക്ക് സംസാരിക്കാം. അപ്പൊ ഇന്ന് ഞാൻ ആ ടീം ബിൽഡിംഗ് മാത്രം അതിനകത്ത് നിന്ന് എടുത്ത് സംസാരിക്കുകയാണ്. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഹൗ യു ഹാവ് ടു കൺവേ ടു അതേഴ്സ്. വോളണ്ടിയേഴ്സ് ആകുമ്പോൾ റിക്വസ്റ്റ് ചെയ്യാതെ യു കനോട്ട് ബോസ്. എന്നാൽ പിന്നെ ആ ക്ലബ്ബ് അതോടുകൂടി തീർന്നു. ചില ലീഡേഴ്സ് അല്ലെങ്കിൽ ചില ആൾക്കാർ പ്രസിഡൻസ് ആയിട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന ക്ലാഷും, അവരുടെ ഇന്റൻഷൻ നല്ലതായിരിക്കും, പക്ഷെ അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ പൂറായിരിക്കും. അവര് ആള് മോശമെന്നല്ല ഞാൻ പറയുന്നത്, ബട്ട് അവര് വന്നിട്ട് ഇത് ചെയ് എന്നും പറഞ്ഞ് ഓർഡർ ഇടുന്ന പോലെ പറയുമ്പോഴത്തേക്ക് മറ്റവർക്ക് ചിലപ്പോൾ ഏജിൽ ജൂനിയേഴ്സ് ആയിരിക്കാം അവർ, എന്നാലും സ്റ്റിൽ ദേ ആർ ഇൻഡിപെൻഡന്റ് ലൈൻ മെമ്പർ. അപ്പം അവരിതിനകത്ത് വന്നത് കുറച്ച് സർവീസ് ചെയ്യണമെന്ന് വെച്ചിട്ടാണ്, ബട്ട് യു കനോട്ട് കമാൻഡ് ഓവർ ദം. അപ്പൊ അത് റിക്വസ്റ്റ് ചെയ്ത് ചെയ്യേണ്ടത് ഒരു സ്കില്ല് തന്നെയാണ്. അപ്പൊ ആ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നത് ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ലൈൻസിൽ ഡേ ഇൻ ഡേ ഔട്ട് നമ്മൾ കാണാറുണ്ട്. ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കാരണം തന്നെ പല ക്ലബ്ബുകളും വളരെ സ്ട്രോങ് ആയിട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി ക്ലബ്ബുകൾ സ്പ്ലിറ്റ് ആവുന്നതും അല്ലെങ്കിൽ അത് വേറെ സ്പ്ലിറ്റായി മൾട്ടിപ്പിൾ ക്ലബ്സ് ആയി പോകുന്നതും അല്ലെങ്കിൽ തീരെ അങ്ങ് ക്ലോസ് ആയി പോകുന്നത് പോലും ഈ ചെറിയൊരു സംഭവം കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട്. അപ്പം അതിൽ നിന്ന് തന്നെ നമുക്ക് ലൈനിസത്തിൽ വരുമ്പോൾ ഒത്തിരി പഠിക്കാനുണ്ട്. ടീം ബിൽഡിങ്ങും അതിനകത്ത് തന്നെയാണ് ഇൻവോൾവ്. ഞാൻ അത് കുറച്ചു മുമ്പ് പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രോജക്ട്സ് ഡെവലപ്പ് ചെയ്ത് ഓരോ പർട്ടിക്കുലർ പ്രോജക്ട്സ് ഓരോ ടെക്നിക്കിൽ നമുക്കത് യൂസ്ഫുൾ ആയിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൻഡ് ഈച്ച് പ്രോജക്റ്റിൽ നിന്ന് നമുക്ക് വേറെ ഡിഫറെൻറ്റ് ലേണിങ്സും ഉണ്ടായേക്കാം. ഇത് അഡ്വാൻസ് ആയിട്ടുള്ള ലീഡർഷിപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഓരോ ലീഡേഴ്സിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ ആണ് എനിക്ക് പറയാനുണ്ടായിരുന്നത്. ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മൾ അലക്സാറിൻ്റെ ഇന്ന് ആസ് എ ഗവർണേഴ്സിൻ്റെ എക്സാമ്പിൾസ് തന്നെ പറയുകയാണെങ്കിൽ, അലക്സാറിൻ്റെ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു നല്ലൊരു കാര്യം ഹൗ ടു കീപ്പ് റിലേഷൻഷിപ്പ്. അപ്പം അദ്ദേഹം ഏത് ഏരിയയിൽ പോയാലും ആ ഏരിയയിലുള്ള 1-2 ഫ്രണ്ട്സിനെ, ബ്ലൈൻഡ്സിൽ കൂടെ ഉണ്ടായ ഫ്രണ്ട്സിനെ വിളിക്കാൻ മറക്കില്ല. അത് വളരെ വളരെ നല്ലൊരു കാര്യമാണ്. ബിക്കോസ് നമ്മൾ എല്ലാവരും ലൈഫിൽ ബിസിയാണ്. അപ്പൊ നമുക്ക് എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടാൻ പറ്റില്ല, പക്ഷെ മനസ്സിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും. ബട്ട് ആ ഏരിയയിലോട്ട് പോകുമ്പോൾ നമ്മൾ ഒന്ന് ഫോൺ ചെയ്യാൻ പറ്റിയാൽ
we can just rekindle our old memories of friendship. അപ്പോൾ അത് വളരെ നല്ലൊരു കാര്യം. അതുപോലെ തന്നെ ഇപ്പോൾ സുരേഷ് സാറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിനെ കണ്ടിട്ടാണ് ശരിക്കും വായിക്കണം അല്ലെങ്കിൽ ലയണിസത്തിൽ കൂടുതൽ ഡീപ്പായിട്ട് പോകണം എന്നെല്ലാം ഒരു ആഗ്രഹം വന്നത്. ബിക്കോസ് ഒരു വാക്കിംഗ് എൻസൈക്ലോപീഡിയ ഇൻ ലയണിസം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെ കണ്ടിട്ടാണ് എനിക്ക് ഇൻസ്പയർ ആയത് ഒത്തിരി നമ്മുടെ ലയൺസിൻ്റെ ഡീറ്റെയിൽസ് പഠിക്കണമെന്നും ഈവൻ ഹിസ്റ്ററി ഓഫ് ലയണിസം ഞാൻ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ബുക്സ് ഇവിടെ ആരുടെയും ഉണ്ടാവുമെന്ന് അറിയില്ല. അത്രയ്ക്ക് കിട്ടുന്ന എല്ലാ ബുക്സും വരുത്തിയിട്ടുണ്ട്. ഓൾഡ് ലൈബ്രറീസ് ഡിസ്കാർഡ് ചെയ്യുന്ന ബുക്സ് അല്ലെങ്കിൽ ലേലം വിളിക്കുന്ന ബുക്ക് പോലും ഓൺലൈനിൽ പോയി ഓപ്ഷൻ ചെയ്ത് എടുത്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്കൊരു ഇൻട്രസ്റ്റ് കാരണം, അപ്പോൾ ആ ഇൻട്രസ്റ്റ് എവിടെ നിന്ന് വന്നു? നമ്മുടെ ലീഡേഴ്സിൽ നിന്നാണ് അത് ഇൻകൾക്കേറ്റ് ചെയ്തത്. ഇപ്പോൾ മുരുകൻജിയുടെ കാര്യം പറയുകയാണെങ്കിൽ വെരി ഡിസിപ്ലിൻഡ്, അല്ലെങ്കിൽ അദ്ദേഹം നമ്മൾക്ക് ലീഡർഷിപ്പിലോട്ട് വരണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും വി ഹാവ് ഇൻട്രസ്റ്റ്. എനിക്ക് പറ്റിയിട്ടുള്ളത് ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഇൻക്ലൂഡിങ് ഹൗ യു ഡ്രസ് വെൻ യു മീറ്റ് എൻ ഇന്റർനാഷണൽ പേഴ്സൺ ഓർ അങ്ങനത്തെ ഒരു ഡിസിപ്ലിൻഡ് വെന്യൂവിൽ പോകുമ്പം ഹൗ യു ഡ്രസ് എന്നുള്ളത് ഇന്ന് വരെ സാറ് അഡ്വൈസ് തരും. അല്ലെങ്കിൽ ഒരു ഫോട്ടോയിൽ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് മാർക്ക് ചെയ്ത് റൗണ്ട് ചെയ്ത് വരെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് പേഴ്സണലി ഈ ഡ്രസ്സിങ് സ്റ്റൈൽ മാറ്റണമെന്ന്. അപ്പോൾ അതൊരു കാര്യം. പിന്നെ ഞാൻ പറയണ രവികുമാർ സർ, ഹീസ് നോ മോർ. ആൻഡ് അദ്ദേഹത്തിൻ്റെ ഇന്ന് ഞാൻ പഠിച്ച ഒരു എനിക്ക് RLL എടുത്തൊരു ക്ലാസ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ടൈം മാനേജ്മെന്റ്. അപ്പോൾ ഹൗ ടു മാനേജ് യുവർ ടൈം, ആ 4 ക്വാഡ്രൻസ് പറഞ്ഞിട്ട് ദ മോർ ഇമ്പോർട്ടൻറ്റ്, അർജൻറ്റ് അല്ലെങ്കിൽ അർജൻറ്റ് ലെസ് ഇമ്പോർട്ടൻറ്റ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഹൗ യു ഡിഫൈൻ യുവർ ടൈം മാനേജ്മെന്റ്, അത് അവിടെ നിന്ന് കിട്ടിയ എനിക്ക് ഒരു ഗൈഡൻസ് ആണ്. അന്ന് മുതൽ ഞാൻ എൻ്റെ കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എൻ്റെ കൂടെ എൻ്റെ ഡിസ്ട്രിക്ട് ഓഫീസിൽ വർക്ക് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം ഹൗ ദ ഓഫീസ് വാസ്. നമ്മളെല്ലാം വളരെ ഫ്രണ്ട്ലി ആയിട്ട് കെയർ ഫ്രീ ആയിട്ട് ഓരോരുത്തർക്കും ഓരോ ജോബ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലോട്ട് ഞാൻ ബോധറിയില്ല. ഓൺലി വെൻ വി ഹാവ് എ റിവ്യൂ ഓൺ ദ തിങ്സ്, അതിൽ മാത്രമേ വിളിച്ച് ഞങ്ങൾ മീറ്റ് ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. സോ ദർ വാസ് നോ പ്രഷർ മച്ച് ഫെൽറ്റ്. എല്ലാം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എന്നെ കൊടുത്തിരുന്നു. ഇപ്പോൾ ഡയറക്ടർ നോക്കുന്ന ആള് അദ്ദേഹം മധുചേട്ടനായിരുന്നു. മധുചേട്ടൻ ഡയറക്ടർ നോക്കിക്കോളാം, അതിൽ നമ്മൾ ഇൻവോൾവ്മെന്റ് അങ്ങോട്ട് കൂടുതലില്ലായിരുന്നു. ഹി ഹാഡ് ഫുൾ ഫ്രീഡം ടു ഡു ഓൺലി തിങ്. അതിൻ്റെ പ്രൂഫൊക്കെ വരുമ്പോൾ നമ്മൾ നോക്കിയിട്ട് ഉള്ള സജഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ ദെൻ ഇറ്റ് ഗോസ് ഓൺ. ആ രീതിക്ക് ഡെലിഗേറ്റ് ചെയ്ത് നല്ല രീതിയിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ദേ ക്യാൻ ഓൾസോ ഹാവ് ദ ഫ്രീഡം ടു ഡു. ആൻഡ് വൺ മോർ തിങ് ഈസ് പുതിയ ഐഡിയാസ് അവർക്കുണ്ടാവുന്ന. ഇപ്പം നമ്മൾ മാത്രം പറയുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഇൻ ദ സെയിം പാത്ത് ഗോയിങ്. മോർ കളർഫുൾ ആവണമെങ്കിൽ അവരുടെ ഐഡിയാസും കൂടെ കിട്ടിയാൽ മാത്രമേ നമുക്ക് മോർ കളർഫുൾ ആവുള്ളൂ. അവരുടെ എക്സ്പീരിയൻസും കൂടെ ഷെയർ ചെയ്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ അഡ്വാൻസ് ലീഡർഷിപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന കാര്യങ്ങൾ ഈ സ്ലൈഡിൽ പറയുന്നുണ്ട്. ഇൻ ഡെപ്ത് സ്ട്രാറ്റജിക് ട്രെയിനിങ്. ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും ഓരോ കോംപ്രിഹെൻസീവ് ആയിട്ട് വളരെ വ്യക്തമായിട്ട് പ്ലാൻ ചെയ്ത് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് പറയുന്ന ഗവർണൻസ് എഡ്യൂക്കേഷനും ലീഡർഷിപ്പ് ടെക്നിക്സും ഒക്കെ ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഞങ്ങൾ VDG ആയിട്ട് എലക്ട് ആയി കഴിയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് കിട്ടുന്ന ട്രെയിനിങ്സ് ഉണ്ട്. അതിനകത്ത് ഒരു കാര്യം SWOT അനാലിസിസ്, സ്ട്രെങ്ത് വീക്ക്നസ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ടാലൻസ് എടുത്തിട്ട് നമ്മൾ നമ്മുടെ ഹോൾ മെമ്പേഴ്സിന് അവരുടെ സ്ട്രെങ്ത് വീക്ക്നസ് ഓപ്പർച്യൂണിറ്റി എല്ലാം ഡിവൈഡ് ചെയ്തിട്ട് ഒരു വ്യക്തിക്ക് ഏത് പോസ്റ്റ് കൊടുക്കണമെന്ന് വരെ അനലൈസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയുള്ള ട്രെയിനിങ് നമുക്ക് ഇന്റർനാഷണൽ തരുന്നുണ്ട്. അപ്പോൾ അതിനകത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ദാറ്റ്സ് എ ഹ്യൂജ് ഓഷൻ. അത് പഠിക്കാൻ നമുക്ക് പറ്റും. ഞാൻ അതിൻ്റെ ഉള്ള ഡീറ്റെയിൽസ് ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഗവർണൻസും വരും, ലീഡർഷിപ്പ് ടെക്നിക്സും അതിനകത്ത് ഇൻവോൾവ് ആണ്. ഇത് ആരെയും മാനിപ്പുലേറ്റ് ചെയ്യാനോ അങ്ങനെയൊന്നുമല്ല. ബട്ട് ഹൗ ടു റൺ എ ഫ്രൂട്ട്ഫുൾ ഡിസ്ട്രിക്ട്, ബിക്കോസ് യു ഗെറ്റ് ഫ്യൂ മന്ത്സ്. ആ ഫ്യൂ മന്ത്സിനകത്ത് നമ്മൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇഫക്റ്റീവായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. അതിൽ എനിക്ക് ലീഡേഴ്സിൻ്റെ നിന്ന് കിട്ടിയ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇവിടെ AGR സാറ്, അദ്ദേഹം VDG ആയിരുന്നു. DG ആവുന്ന സമയം, ഫസ്റ്റ് VDG ആയിരുന്ന സമയം ഒത്തിരി എനിക്ക് അദ്ദേഹത്തിനോട് വർക്ക് ചെയ്യാൻ പറ്റിയായിരുന്നു. കാരണം അദ്ദേഹം പൂജപ്പുരയും ഞാൻ കരമനയും വളരെ അടുത്തായിരുന്നു. അപ്പോൾ ഹൗ ഹി വാസ് പ്ലാനിങ് സോൺസ് ആൻഡ് റീജിയൻസ്, ഞാൻ ഇത് വേറെ വേദിയിലും പറഞ്ഞിട്ടുണ്ട്. ഹൗ ഹി വാസ് പ്ലാനിങ് സോൺസ് ആൻഡ് റീജിയൻസ് എന്നുള്ളത് ഒരു വളരെ നല്ലൊരു എക്സാമ്പിൾ ആയിരുന്നു. അത് എനിക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റി വെൻ ഐ ബിക്കെയിം ദ ഗവർണർ. അദ്ദേഹം ക്ലബ്സ് സ്ട്രെങ്ത് വെച്ച് കാറ്റഗറൈസ് ചെയ്തു. 40 മെമ്പേഴ്സ് കൂടുതലുള്ള ക്ലബ്സ് ഒക്കെ ഒന്നിച്ച്, 20 മുതൽ 40 മെമ്പേഴ്സ് ഉള്ള ക്ലബ്സിൽ ഒന്ന്, അല്ലെങ്കിൽ 20-ൽ താഴെയുള്ള മെമ്പേഴ്സ് ഒന്ന്,
എന്നിട്ട് ഇതിൽ നിന്ന് ഒരു ക്ലബ്ബ്, ഇതിൽ നിന്ന് 2 ക്ലബ്ബ്, അതിൽ നിന്ന് ഒരു ക്ലബ്ബ് മിക്സ് ചെയ്താണ് ഓരോ സോൺസ് ക്രിയേറ്റ് ചെയ്തത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ആർക്കും ഫുൾ എക്സലന്റ് ക്ലബ്സ്, ഫുൾ പൂർ ക്ലബ്സ് കിട്ടിയെന്നൊരു പരാതി വരില്ല. അപ്പൊ അത് കണ്ടു പഠിച്ചു ഞാൻ. അതിലും ഒരു സ്റ്റെപ്പ് കുറച്ചുകൂടെ ചെയ്തത് വേറൊന്നുമല്ല, എല്ലാത്തിലും PDGമാര് ഓരോ റീജിയനിലും ഒരു PDG എങ്കിലും വരട്ടെന്ന് വെച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അപ്പം ആ ഒരു റീജിയൻ ചെയർപേഴ്സണ് ഗൈഡ് ചെയ്യാനായിട്ട് ഒരു ഡിസ്ട്രിക്ട് ലെവലിൽ ഉണ്ടായിരുന്ന ഒരു ലീഡറും കൂടെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ കൂടുതൽ എല്ലാ PDGയും ഒരു റീജിയനിൽ വരാതെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാനും കൂടെ ഞാൻ ശ്രമിച്ചു. മാക്സിമം അത് ചെയ്യാൻ പറ്റി. അപ്പൊ ഇതെനിക്ക് കിട്ടിയത് വേറെ ലീഡറിനെ ഒബ്സർവ് ചെയ്തിട്ടാണ്. അപ്പം സ്ട്രാറ്റജിക് പ്ലാനിങ് നമുക്ക് ഓൺലൈനിലും അല്ലാത്ത സ്കൂളിങ്ങിലും എല്ലാം കിട്ടുന്നുണ്ടെങ്കിലും നമ്മൾ അറിയാതെ പഠിച്ച കാര്യവും കൂടെ ഞാൻ ഇതിനകത്ത് ജസ്റ്റ് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ് ഫോർ ക്ലബ് ഓഫീസേഴ്സ് ആൻഡ് എമർജിംഗ് ലീഡേഴ്സ്, ടാർഗറ്റഡ് ലീഡർഷിപ്പ് ട്രെയിനിങ്. അപ്പം training sessions are customized to address specific challenges faced by clubs. അതെങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾ കേട്ട് കാണും, ഇപ്പൊ CQI അല്ലെങ്കിൽ ക്ലബ് ക്വാളിറ്റി ഇനിഷ്യേറ്റീവ്. പണ്ട് അതിന് CEP എന്ന് പറയുന്നത്, ക്ലബ് എക്സലൻസ് പ്രോസസ്. അതൊരു പ്രോസസ്സാണ് ആക്ച്വലി. ഇപ്പോഴും നമ്മൾ ക്ലബ് ക്വാളിറ്റി ഇനിഷ്യേറ്റീവ് എന്ന് പറയുകയാണെങ്കിലും അത് ടാർഗറ്റഡ് ലീഡർഷിപ്പ് ട്രെയിനിങ് പോലത്തെ ഒരു സംഭവമാണ്. ബിക്കോസ് അതൊരു ക്ലബിനെ എങ്ങനെ നന്നാക്കാൻ പറ്റും. എല്ലാ മെമ്പേഴ്സിനും നമ്മളൊരു ക്വസ്റ്റ്യർ കൊടുക്കും. നിങ്ങൾക്ക് ഇന്നത്തെ ഫുഡ് ഇഷ്ടപ്പെട്ടോ, അല്ലെങ്കിൽ സമയം നമ്മൾ തുടങ്ങുന്നത് ലേറ്റ് പങ്ക്ച്വലായിട്ടും, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഒരു ഫോമിലുണ്ട്. അവർക്കുള്ള സജഷൻസും ചോദിക്കും. എന്നിട്ട് ഇതെല്ലാം കൂടെ വായിച്ചിട്ട് ഇതിൽ നിന്ന് നല്ല വിധം പ്രൊഡക്റ്റീവായിട്ട് ക്ലബിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങൾ ക്ലബിൽ ഇംപ്ലിമെന്റ് ചെയ്ത് വരുന്ന ഒരു കാര്യമാണ് ക്ലബ് എക്സലൻസ് പ്രോസസ് എന്നുണ്ടായിരുന്നു. അതിന്റെ കുറച്ചുകൂടെ റിഫൈൻഡ് വെർഷനാണ് ക്ലബ് ക്വാളിറ്റി ഇനിഷ്യേറ്റീവ് ആയിട്ട് ഇപ്പോൾ പോയിക്കോളാം. അത് ടാർഗറ്റഡ് ട്രെയിനിങ് ആണ്. പ്രാക്ടിക്കൽ ടൂൾസ് പ്രൊവൈഡഡ്. Participants receive practical tools and techniques to lead effectively and manage team successfully. അപ്പം ഇത് ഈ സെയിം എക്സാമ്പിൾ തന്നെയാണ്, ഈ പറഞ്ഞ ഫോം തന്നെയാണ് ഒരു പർട്ടിക്കുലർ ടൂൾ അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം അതുപോലത്തെ സ്പെസിഫിക് ടൂൾസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ സ്പെസിഫിക് ട്രെയിനിങ്സ് അച്ചീവ് ചെയ്യാൻ പറ്റും. ഇൻസ്പയറിംഗ് ടീം ലീഡർഷിപ്പ്. Training inspires leaders to motivate and guide their teams towards achieving common goals. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും കൂടി ടീം വർക്ക് ചെയ്താൽ മാത്രമേ ഒരു കോമൺ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് ഒന്നിച്ച് ചെയ്യുകയാണെങ്കിൽ എല്ലാവരും ഇൻ ദ സെയിം വേവ് ലെങ്ത്, സെയിം ആയിട്ട് സിങ്ക് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ വി വിൽ അച്ചീവ് മോർ, വി വിൽ അച്ചീവ് ബെറ്റർ. എക്സ്പ്ലോറിംഗ് ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ്. ഇനി ഓഫ്ലൈനും ഓൺലൈനുമുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്താണെന്ന് മാത്രം നോക്കാം. ഇതിൽ ഓൺലൈനിൽ മോഡ്യൂൾസ് ഉണ്ട്. ഇതിനകത്ത് എത്ര പേര് നമ്മുടെ ഓൺലൈൻ മോഡ്യൂൾസ് യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒന്ന് കൈവെക്കാമെങ്കിൽ നന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഐക്കൺസ് കാണിച്ചാൽ മതി. താഴെ എമോജീസ് ഉണ്ട്, എമോജീസ് ഷെയർ ചെയ്യാം. ആരും കൈ പൊക്കുന്നില്ലല്ലോ. അങ്ങനെ സ്വന്തം കൈപൊക്കി കാണിച്ചു. അതല്ല, പലവരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് ചുമ്മാ ഓൺ ചെയ്തിട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. അല്ല, അയ്യപ്പൻ ഡോക്ടറെ കൈ കാണാം. അതല്ല, അതിനകത്ത് ഒരു കൈയുടെ ഐക്കൺ ഉണ്ട് നമ്മുടെ സൂമില്. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കൈ അവിടെ ക്ലിയർ ആയിട്ട് പൊങ്ങി വരും. കുഴപ്പമില്ല. എത്ര പേര് ഇതിനകത്ത് ഉണ്ട് ലൈവായിട്ട് എന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് അത് ചോദിച്ചത്. ഓക്കെ 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 താങ്ക് യു. കുറച്ച് പേര് കൈപൊക്കി, റൈസ് ഹാൻഡ്. ഓക്കെ, ഇതിനകത്തിപ്പോ ഒരാൾ മാത്രമേ കൈപൊക്കി, 2-3 പേരുണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പം ഇതിനകത്ത് നമുക്ക് ഈ ലീഡർഷിപ്പ് ലേണിംഗ് സെന്റർ എന്ന് പറയുന്നതാണ് പഴയത്. ഇപ്പൊ നമുക്ക് അതിനെ ലേൺ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഈ ലേൺ എന്ന് പറയുന്ന മോഡ്യൂള് കയറാൻ ആർക്കൊക്കെ പറ്റുമെന്ന് അറിയാമോ? ലേൺ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം നമ്മുടെ ഇന്റർനാഷണൽ സൈറ്റിൽ, ലയൺസ് ഇന്റർനാഷണലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് കയറി ഏതൊരു ലയൺ മെമ്പറിനും, ആക്റ്റീവായിട്ടിരിക്കുന്ന ഏതൊരു ലയൺ മെമ്പറിനും ലോഗിൻ ചെയ്ത് ചെയ്യാമെന്നുള്ളതാണ് ഈ ലേൺ പ്ലാറ്റ്ഫോം.
അപ്പോൾ ഡിജിറ്റൽ ലേണിംഗ് പ്ലാറ്റ്ഫോമാണത്. അപ്പോൾ ലീഡർഷിപ്പ് കോഴ്സസ് അതിനകത്ത് ഒത്തിരി ലീഡർഷിപ്പ് കോഴ്സസ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം ഇപ്പം. അതുപോലെ തന്നെ ഈ ഓരോ കോഴ്സ് ചെയ്യുമ്പോഴും നമുക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടും. ഇതിനകത്ത് കുറച്ച് ടോപ്പിക്സ് ഞാൻ എടുത്ത് പറയുന്നത് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടോപ്പിക്സ് ഉണ്ട്. അതുപോലെ തന്നെ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ, ഇതൊക്കെ ലയൺസിന്റെ ലേണിംഗ് സെന്ററിലുള്ള ടോപ്പിക്സ് ആണെങ്കിലും നമുക്ക് എവിടെ വേണമെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ ബിസിനസ്സിൽ തന്നെ നമ്മുടെ സബോർഡിനേറ്റ്സ് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ അത് റിസോൾവ് ചെയ്യാനും നമുക്കിത് യൂസ്ഫുൾ ആയിരിക്കും. അല്ലാതെ ലയണിസം അല്ല ഈ ടോപ്പിക്സിൽ പഠിപ്പിക്കുന്നത്, എല്ലാം ലീഡർഷിപ്പ് സ്കിൽസ് ആണ് നമുക്ക് ഈ ടോപ്പിക്സിൽ പഠിക്കാൻ കിട്ടുന്നത്. ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ, ടീം ലീഡർഷിപ്പ്, പ്രോജക്ട് കോർഡിനേഷൻ, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത ടോപ്പിക്സ് ആണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ ഒരു കാണിച്ചില്ല, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് ലേൺ സെന്റർ. ഇപ്പൊ എന്റെ സ്ക്രീൻ മാറിയായിരുന്നോ? ഇത് കാണാമോ അതോ ഇപ്പോഴും പവർ പോയിന്റിലാണോ കിടക്കുന്നത്? പവർ പോയിന്റ് ആണ് കിടക്കുന്നത്, മാറിയില്ലേ സാറേ? ഓക്കെ, അതാ എനിക്ക് സംശയം വന്നു. ഒരു സെക്കൻഡ്, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് ഈ സ്ക്രീൻ എടുത്താലേ അത് വരുത്തുള്ളൂ. സൂമിൽ അങ്ങനെ ഒരു സംഭവമുണ്ട്. ഇപ്പൊ വന്നായിരുന്നു? വന്നു. അപ്പൊ ഇപ്പൊ ഓൺലൈൻ ട്രെയിനിങ് എന്ന് കാണുന്ന ഇതില് ലേൺ, അതിലോട്ട് തന്നെ പോകുന്നത്. ഓക്കെ, ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് അടുത്ത സ്ക്രീനിലോട്ട് പോകുന്നുണ്ടോ? പോകുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ലേൺ. ഞാൻ ഇപ്പൊ ലോഗിൻ ചെയ്താണ്, ലയൺസ് ലേണിൽ പോയിട്ട് ഞാൻ ലോഗിൻ ചെയ്ത് എൻ്റെ ഇത് വെച്ചിട്ട് ഹോമിനകത്ത് എനിക്ക് കാണിച്ചാൽ ചെറിയ ബുദ്ധിമുട്ട് വരുന്നില്ല. നോട്ട് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോഴത്തേക്ക് ഞാൻ എല്ലാ ടോപ്പിക്സും ഓൾറെഡി തീർത്തു, അതുകൊണ്ടാണ്. അപ്പോൾ ഇൻ പ്രോഗ്രസ് നോക്കാം. ഒരു ടോപ്പിക്, ഇത് ഈ ഒരു ടോപ്പിക് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ ഞാൻ ഒരു പ്രാവശ്യം കൂടെ എടുത്ത് വായിച്ച് നോക്കിയത് കൊണ്ടാണ് 67% കാണിക്കുന്നത്. ഓവർ ഡ്യൂ ആയിട്ട് ഒരു ടോപ്പിക്കും ഇല്ല. കംപ്ലീറ്റഡ് ടോപ്പിക്സ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ടോപ്പിക്സും ലേണിനകത്തുള്ളതെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിനകത്ത് നോക്കാം നിങ്ങൾക്ക് എന്തൊക്കെയാണ് ടോപ്പിക്സ് ഉണ്ടായിട്ടുള്ളത്. അപ്പം ഇങ്ങനെ സോറി മീറ്റിംഗ് മാനേജ്മെന്റ്, ക്ലബ് പ്രസിഡൻസ് റെസ്പോൺസിബിലിറ്റി, പ്രൊമോട്ടിംഗ് ഇന്നോവേഷൻ. അപ്പൊ ഇങ്ങനെ നല്ല നല്ല ടോപ്പിക്സ് ഇതിനകത്ത് നമുക്കുണ്ട്. ലയൺസിന് വർക്കിംഗ് ടുഗദർ, ഇതൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്കുള്ള ട്രെയിനിങ് സെന്ററിനകത്തുള്ള ടോപ്പിക്സ് ആണ്. ഇനി ഇതിനകത്ത് തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞ അച്ചീവ്മെന്റ്സ് എടുക്കാം. എത്ര ക്ലാസ് തീർന്നു എന്നുള്ള അതിന്റെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് നിന്ന് റിപ്പോർട്ട്സ് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഏകദേശം ഒരു 40+ മോഡ്യൂൾസ് ആണ് ഇതിനകത്ത് ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പൊ വളരെ യൂസ്ഫുൾ ആണ്. ആൻഡ് ഇതിനകത്ത് ഒരു ഗുണം എന്താന്ന് വെച്ചാൽ നമുക്ക് വളരെ ഫ്ലെക്സിബിൾ ലേണിംഗ് ഷെഡ്യൂളാണ്. ഇപ്പൊ നിങ്ങൾ കണ്ടു, ഞാൻ 67% ഒരു പർട്ടിക്കുലർ കോഴ്സ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അപ്പം നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഞാൻ ചെയ്തിട്ട് മാസങ്ങളായി കാണും. ഇന്നിപ്പോ ഞാൻ ജസ്റ്റ് ഇതിൽ ലോഗിൻ ചെയ്തപ്പോഴാണ് അറിയുന്നത് ആ ടോപ്പിക് ഞാൻ 67% എത്തിയിട്ട് നിൽക്കുകയാണ്. എൻ്റെ ആവശ്യമുള്ള മാത്രം ഞാൻ വായിച്ചിട്ട് നിർത്തി, റിവൈസ് ചെയ്തതാണ്. അപ്പൊ അതങ്ങനെ നിർത്തിയിരിക്കുകയാണ്. അതുപോലെ എന്ന് വേണോ, പകലാവട്ടെ രാത്രിയാവട്ടെ, നമുക്കത് ഫ്ലെക്സിബിൾ ടൈമിംഗ് ആണ്. എപ്പോൾ വേണമെങ്കിലും നമുക്ക് കയറി അത് നോക്കി പഠിക്കാന്നുള്ളതാണ്. പിന്നെ സർട്ടിഫിക്കറ്റ് ഓഫ് റെക്കഗ്നീഷൻ, അതും നമുക്ക് അവിടെ നിന്ന് തന്നെ ജനറേറ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റ് എടുക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെയൊക്കെ ഹിസ്റ്ററി അതിനകത്തുണ്ട്. ഞാൻ ഇപ്പോൾ എടുത്തില്ല. റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാന്ന് പറഞ്ഞില്ലേ, റിപ്പോർട്ട് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തിരിക്കുന്ന ഓഫ്ലൈനും ഓൺലൈനും മോഡ്യൂൾസ്, ഞാൻ എന്നാണ് RLLE ചെയ്തത്, ഞാൻ എന്നാണ് ALLI ചെയ്തത്,
എന്നാണ് FDA ചെയ്ത എല്ലാം അതിനകത്തുണ്ട്. അതുപോലെ ഓരോ ടോപ്പിക്കും ഞാൻ ഏത് വർഷമാണ് കംപ്ലീറ്റ് ചെയ്ത ഈ ഡീറ്റെയിൽസ് എല്ലാം ആ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് കിട്ടും. ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിനോട്ട് പോകുന്നില്ല. ബാക്കിയുള്ള ഓഫ്ലൈൻ മോഡ്യൂൾസ് നമുക്ക് നോക്കാം. ഡിസ്ട്രിക്ട് ലെവൽ ഓപ്പർച്യൂണിറ്റി. ഈ വർഷം എനിക്ക് കബീർദാസിനെ ഒന്നും കൂടെ കൺഗ്രാജുലേറ്റ് ചെയ്യാനുണ്ട്. റോറിംഗ് മൺഡേസ് എന്നുള്ള ഈ സീരീസ് തുടങ്ങിയത്. പിന്നെ PhD സ്കൂളിംഗ്, പ്രസിഡൻസ് അക്കാഡമി. ഇപ്പോൾ ഈ 16-17 ആലപ്പുഴ വെച്ച് നമുക്ക് റമദയിൽ പ്രസിഡൻസ് അക്കാഡമി നടക്കുകയാണ്. ഇതിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും അവരവരുടെ പ്രസിഡൻസിന് അറിയിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് അറിയിക്കുക. കാരണം പ്രസിഡൻസ് പലവർക്കും കമ്മ്യൂണിക്കേഷൻ കിട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ അവർ റിയലൈസ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല. ഒത്തിരി പേര് ഇനി രജിസ്റ്റർ ചെയ്യാൻ ബാക്കിയുണ്ട്. അതുകൊണ്ട് എടുത്ത് പറയാണ്. ഇപ്പോൾ PhD സ്കൂളിംഗ് ഭംഗിയായിരുന്നു. RC വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. ഡിസ്ട്രിക്ട് ലെവൽ ലീഡർഷിപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നമ്മൾ ചെയ്യാറുണ്ട്. കൂടുതലും ഒരു ഫോറിൻ ടൂറിൻ്റെ കൂടെ ചേർന്നാണ് ഒരു ചെറിയ ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ ചെയ്യുന്നത്. ഈ വർഷം അഗൈൻ ഒരു പുതിയ ഇനിഷ്യേറ്റീവ് നന്നായിട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷമൊക്കെ നിങ്ങൾക്ക് അറിയാം ക്ലബ് ലെവൽ ലീഡർഷിപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടായിരുന്നു. അതിനെ കുറച്ചുകൂടെ ഇഫക്റ്റീവ് ആക്കാനായിട്ട് ഒന്ന് സോൺ ലെവലിൽ ചെയ്യാമെന്നാണ് തീരുമാനം. അപ്പം നമുക്ക് GLT കോർഡിനേറ്ററിനും GLT ടീമിനും അതിനെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും സോൺ ലെവലിലാവുമ്പോഴത്തേക്ക്. അപ്പം മോർ പീപ്പിൾ ക്യാൻ ഇന്ററാക്ട് ആൻഡ് ബെറ്റർ റിസൾട്ട്സ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ ന്യൂ മെമ്പർ ഓറിയന്റേഷൻ പ്രോഗ്രാംസ്, ഇതൊക്കെയാണ് ഡിസ്ട്രിക്ട് നമുക്ക് ഓർഗനൈസ് ചെയ്ത് തരാൻ ഉണ്ടാവുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പ്രോഗ്രാംസ് ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. മൾട്ടിപ്പിൾ ലെവലിൽ വരികയാണെങ്കിൽ നമുക്ക് ELLI പിന്നെ RLLI ഈ രണ്ടുമാണ് മൾട്ടിപ്പിൾ ലെവലിൽ നമ്മളിപ്പം ചെയ്യുന്നത്. അപ്പം പണ്ട് ALLIയും FDA ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ വർഷം അത് കിട്ടാൻ സാധ്യത കുറവാണ്. കാരണം അത് ഇന്റർനാഷണൽ മൾട്ടിപ്പിൾ ലെവലിൽ കൊടുക്കുന്നത് നിർത്തിയിട്ട് ഇന്റർനാഷണൽ ലെവലിൽ മാത്രം ചെയ്യാനുള്ള തീരുമാനമാണ്. ELLI എന്ന് പറഞ്ഞാൽ എമർജിംഗ് ലയൺസ് ലീഡർഷിപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. എമർജിംഗ് ലയൺസ് ലീഡർഷിപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ അറിയാം എമർജിംഗ് ലയൺസ്. അപ്പം ആരൊക്കെ പ്രസിഡന്റ് ആയിട്ടില്ല അവർക്ക് മാത്രമാണ് അതിന് എലിജിബിലിറ്റി. പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ അതിനകത്ത് പറ്റില്ല. എമർജിംഗ് ആയിട്ടുള്ള ലയൺസിന് വേണ്ടിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അത് ELLI. RLLI എന്ന് പറഞ്ഞാൽ പ്രസിഡന്റ് ആയി കഴിഞ്ഞിട്ട് വരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പം പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ അതിനകത്ത് എലിജിബിലിറ്റി ഉണ്ടാവും. അതാണ് RLLI. അത് വളരെ നല്ലൊരു കാര്യമാണ്. ഒരു ഡിസ്ട്രിക്റ്റിൽ നിന്ന് 10 പേര്, 6 ഡിസ്ട്രിക്റ്റ് ആകുമ്പോൾ ഈ വർഷം 60 പേര്. കഴിഞ്ഞ വർഷം വരെ 5 ഡിസ്ട്രിക്റ്റ് ഉണ്ട്. ഇതെല്ലാവരും കൂടെ ഒന്നിച്ച് ഒരു സ്ഥലത്ത് കൂടിയിട്ട് ഇന്റർനാഷണൽ ലെവൽസിലുള്ള ട്രെയിനേഴ്സ് വന്നിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് മൾട്ടിപ്പിൾ ലെവലിൽ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഈ ഇന്റർനാഷണൽ ലെവൽ ഓപ്പർച്യൂണിറ്റീസ് ALLI അത് പറയുന്നത് അഡ്വാൻസ്ഡ് ലയൺ ലീഡർഷിപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട്. പണ്ട് ഇത് സീനിയർ ലയൺ ലീഡർഷിപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുണ്ടായിരുന്നു. പിന്നെ അതിന്റെ പേര് മാറി അഡ്വാൻസ്ഡ് ലയൺസ് ലീഡർഷിപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഇന്ത്യ മൊത്തം ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഇസ്ലാമി ഏരിയ ഒന്നിച്ചാണ് നടക്കുന്നതെങ്കിൽ ഇസ്ലാമി ഏരിയയിലുള്ള ആൾക്കാരെ നമുക്ക് പരിചയപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഒരു വർഷം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ 20 പേരാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുന്നത്. 2 ഇൻസ്റ്റിറ്റ്യൂട്ട് നടക്കുമെങ്കിൽ 40 പേര് അല്ലെങ്കിൽ 20 പേർക്കാണ് അതിന്റെ ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് പല രീതിയിൽ പല സ്ഥലത്ത് വെച്ചാണ് നടക്കുന്നത്. ഞാനൊക്കെ ചെന്നപ്പോൾ ഡൽഹിയിലായിരുന്നു അത്. ഐ തിങ്ക് 2016 or 17. അത് കഴിഞ്ഞിട്ട് FDA അഗെയിൻ ഇസ്ലാമി ഏരിയയിലാണ്. ഇതിനകത്ത് ശരിക്കും 20 പേരെ സെലക്ട് ചെയ്യുമെങ്കിലും 10 പേരുടെ ഗ്രൂപ്പ് വെച്ച് ഡിവൈഡ് ചെയ്ത് 5 ദിവസം നമ്മൾ അതിനകത്ത് ടോട്ടലി ഡെഡിക്കേറ്റഡ് ആയിട്ട് പോകും. 4 ദിവസം തന്നെ അവിടെ നമുക്ക് സ്കൂളിംഗ് തന്നെ ഉണ്ടാവും. ആൻഡ് സ്റ്റാച്ചർ ഓഫ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ആണ്. നമുക്ക് എല്ലാവർക്കും ഓരോ പാർട്ടിസിപ്പന്റിനും ഒരു സിംഗിൾ റൂം ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ തരും. ആഘോഷിക്കാനോ എൻജോയ് ചെയ്യാനോ ഒന്നും പറ്റൂല. കാരണം തരുന്നത് ഓരോ ദിവസവും നമുക്ക് ട്രെയിനിങ്ങിന് മോഡ്യൂൾസ് തന്നിട്ട് അടുത്ത ദിവസം ഇത് പ്രസന്റ് ചെയ്യണം. അപ്പോൾ പ്രസന്റ് ചെയ്യാനുള്ള പ്രാക്ടീസിന് വേണ്ടിയാണ് നമുക്ക് ഇത് തരുന്നത്. അടുത്ത ദിവസം പ്രസന്റ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള 9 പേരും ഇരുന്ന് വാച്ച് ചെയ്ത് വീഡിയോ റെക്കോർഡ് ചെയ്ത് ഇതിനെ റീപ്ലേ ചെയ്ത് നമ്മുടെ ബോഡി ലാംഗ്വേജ് മുതൽ ഭാഷ മുതൽ ഓരോ ജെസ്റ്റേഴ്സും എല്ലാം നമ്മുടെ അടുത്ത് എടുത്ത് കാണിച്ച് അതിനെ തിരുത്താൻ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ആദ്യമൊക്കെ കുറച്ചൊക്കെ ചമ്മലുണ്ടാവും. ബിക്കോസ് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അവർ ഡിസെക്ട് ചെയ്യുമ്പോൾ ഒരു വിഷമവും അല്ലെങ്കിൽ ചമ്മലൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗുണത്തിനാണെന്ന് മനസ്സിലാവുമ്പോഴത്തേക്ക് വി ഷുഡ് ടേക്ക് ഇറ്റ് സ്പോർട്ടീവ്ലി. നെക്സ്റ്റ് ഡേ അതിൻ്റെ ഇമ്പ്രൂവ്മെന്റ് നമുക്ക് അടുത്ത ദിവസം ഇവിടെ വീഡിയോയിൽ കാണാൻ പറ്റും. ഫുൾ വീഡിയോ റെക്കോർഡിങ് ചെയ്ത് നമുക്ക് നമ്മളെ തന്നെ കാര്യങ്ങൾ ട്രെയിൻ ചെയ്ത് കറക്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി FDA വളരെ നല്ലൊരു സംഭവമാണ്. പിന്നെ LCIP ലയൺ സർട്ടിഫൈഡ് ഇൻസ്ട്രക്ടർ പ്രോഗ്രാം. അപ്പോൾ അത് FDയും കഴിഞ്ഞവർക്ക് ഇൻസ്ട്രക്ടേഴ്സ് ആയിട്ട് പോകാനുള്ള ഓപ്പർച്യൂണിറ്റിക്കുള്ളതാണ്. അത് ഈ വർഷം സ്കൂളിംഗ് ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല, നിർത്തി വെച്ചിരിക്കുകയാണ് ഈ വർഷം എന്നാണ് അറിഞ്ഞത്. അപ്പം ഇനി അത് ഡെവലപ്പ് ചെയ്തിട്ട് അത് അനൗൺസ് ചെയ്യുമ്പോഴേ പറ്റുന്നുള്ളൂ.
Benefits and impacts of leadership training. പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ഗ്രോത്ത് ഓഫ് മെമ്പേഴ്സ് ആണ്. ഒന്ന്, നമുക്ക് കോൺഫിഡൻസ് ബിൽഡിങ്. ഇപ്പോൾ ഞാൻ എൻ്റെ കാര്യം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് ലയൺസിൽ വരുന്നതിന് മുമ്പ് ഹോമിയോ ഫീൽഡിൽ ഇന്റർനാഷണൽ ലെവലിൽ ഒത്തിരി രാജ്യത്ത് പോയി ക്ലാസ് എടുത്തിട്ടുണ്ട്. പക്ഷെ അത് സബ്ജക്റ്റാണ്. അവിടെ വേറെ ഒന്നും നോക്കണ്ട, നേരെ വരിക. ആയിരക്കണക്കിന് ആൾക്കാരുണ്ടെങ്കിലും മുട്ട് വരയ്ക്കാതെ നമുക്ക് സബ്ജക്റ്റ് പറഞ്ഞ് ക്ലാസ് എടുക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നു. പക്ഷെ ലയൺസിൽ വന്നിട്ട് ഒരു പബ്ലിക് മീറ്റിങ്ങിൽ എങ്ങനെ അഭിസംബോധന ചെയ്യണം, അല്ലെങ്കിൽ ആരെ ആദ്യം അഡ്രസ് ചെയ്തിട്ട് പിന്നെ ആരെ അഡ്രസ് ചെയ്യണം, ഈ പ്രോട്ടോകോൾ ഒന്നും എനിക്ക് ഒട്ടും അറിയില്ലായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു വേദിയിൽ ശരിക്കും വേർക്കുമായിരുന്നു. സംസാരിക്കാൻ പേടിച്ചിട്ടല്ല, പക്ഷെ ഞാൻ പറയുന്നത് തെറ്റിപ്പോവോ, ആൾക്കാർ എന്ത് വിചാരിക്കും. അപ്പൊ അതൊരു കോൺഫിഡൻസ് ബിൽഡിങ്. അങ്ങനെ ഉള്ള വേദിയിൽ കോൺഫിഡൻസ് ബിൽഡിങ് എനിക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ലയണിസത്തിൽ കൂടെയാണ്. ഇപ്പൊ വന്നു കഴിഞ്ഞാൽ ചെയറിനെ അഡ്രസ് ചെയ്യണോ, അല്ലെങ്കിൽ ചീഫ് ഗസ്റ്റിനെ അഡ്രസ് ചെയ്യണോ, ഇതെല്ലാം ഇവിടെ വന്നിട്ടാണ് പഠിച്ചത്. അതുപോലെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഞാൻ പറഞ്ഞു, എക്സാമ്പിൾസ് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നമുക്ക് ഡെവലപ്പ് ചെയ്യും. കോൺഷ്യസ്ലി ആൻഡ് അൺകോൺഷ്യസ്ലി, ഇന്റൻഷനലി ഓർ അൺഇൻറ്റൻഷനലി, ബട്ട് യു ഗെയിൻ. അറ്റ് ദ ലാസ്റ്റ് നമുക്ക് എന്താ നോക്കുന്നതെന്ന്, നമുക്ക് എന്ത് ഗുണം അതിൽ നിന്ന് കിട്ടിയെന്നുള്ളതാണ്. പിന്നെ ഓർഗനൈസേഷണൽ സ്കിൽസ്. ഓരോ ഓർഗനൈസേഷൻ കൊണ്ടുപോകും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പം ചിലത് ആക്സിഡൻ്റലായിരിക്കും, ചിലത് പർപ്പസ്ലി, ചിലവർക്ക് ഈഗോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാതെ നമുക്ക് എഗൻസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. അപ്പം ഇതെല്ലാം ഒരു ഓർഗനൈസേഷനിൽ വരും. അപ്പം അത് വെച്ചിട്ട് നമ്മുടെ സ്വന്തം സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്ന മാത്രമല്ല, ട്രെയിനിങ് കൂടെ കിട്ടുമ്പം അതിൽ നിന്നുള്ള നമുക്ക് ഡെവലപ്മെന്റൽ സ്കിൽസ് അച്ചീവ് ചെയ്യാനും പറ്റും. ബോത്ത് പേഴ്സണൽ ആയിട്ട് ഉള്ള അനുഭവത്തിൽ നിന്നും ട്രെയിനിങ് ചെയ്യുന്നു. ഇതിന് രണ്ടിനും ഉള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ് ലയൺസ് ക്ലബ്സിൽ ഉള്ളതെന്നാണ് ഞാൻ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു വരുന്നത്. എൻഹാൻസിങ് ക്ലബ് ഇഫക്റ്റീവ്നെസ് ഇൻ കമ്മ്യൂണിറ്റി. അപ്പോൾ നമ്മൾ ഇത്രയും ഒക്കെ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ഗുണം? നമുക്ക് ഗുണമുണ്ട്, സംശയമില്ല. പക്ഷെ ക്ലബ്ബ് കുറച്ചുകൂടെ ഇഫക്റ്റീവായിട്ട് ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യാനും ക്ലബിനെ സ്റ്റേബിളായിട്ട് കൊണ്ടുപോകാനും, ഇനി ഫ്യൂച്ചറിൽ അത്രയ്ക്ക് അറിവില്ലാത്ത ആരെങ്കിലുമാണ് ലീഡർഷിപ്പിലോട്ട് ക്ലബിൽ വരുന്നെങ്കിൽ അവർക്ക് അഡ്വൈസ് ചെയ്ത് കൊടുത്ത് അവരെയും നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്ത് ഒരു ക്ലബിനെ മുന്നിലോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങളൊക്കെ മെച്ചൂർഡ് ലീഡേഴ്സായിട്ട് അതിൻ്റെ മുകളിലത്തെ തട്ടിൽ ഉണ്ടാവും. അപ്പം ഒരു ക്ലബിനെ വളരെ ഇഫക്റ്റീവായിട്ട് കൊണ്ടുപോകാനും കമ്മ്യൂണിറ്റി സർവീസിൽ എൻഗേജ് ചെയ്യാനും ആ വോളണ്ടിയേഴ്സിനെ എൻകറേജ് ചെയ്ത് കൊണ്ടുവരാനും വളരെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അൾട്ടിമേറ്റ്ലി വി സർവ് എന്നുള്ള കമ്മ്യൂണിറ്റിയിലുള്ള ഇമ്പാക്റ്റ് നമുക്ക് ഇഫക്റ്റീവായിട്ട് ഉണ്ടാക്കാൻ പറ്റും. നെറ്റ്വർക്കിംഗ് ആൻഡ് ഗ്ലോബൽ കൊളാബറേഷൻ ഓപ്പർച്യൂണിറ്റീസ്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. കൊളാബറേഷനും ഐഡിയ എക്സ്ചേഞ്ചും അതുപോലെ തന്നെ ഇന്റർനാഷണൽ കണക്ഷൻസ് കിട്ടാൻ സാധ്യതയും അതിനുള്ള ഓപ്പർച്യൂണിറ്റീസിനുള്ള ഒത്തിരി പ്ലാറ്റ്ഫോം നമുക്കുണ്ട്. കൺക്ലൂഷൻ, നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ലീഡർഷിപ്പ് ഡെവലപ്മെന്റ് ആണ്, ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, കമ്മ്യൂണിറ്റിയിൽ ഇമ്പാക്റ്റ് ഉണ്ട്. ഇത് ഇത്രയാണ് നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ്. ഇനി ഇത് എൻഡ് ചെയ്തെങ്കിലും എനിക്ക് ഒരു ചെറിയ ഒരു ക്വിസും കൂടെ നടത്താം. 5 മിനിറ്റ്. എത്ര പേരുണ്ട് നമുക്ക് ഇവിടെ? 36 പേരുണ്ട്. ഇതിൽ എത്ര പേര് അറ്റൻഡ് ചെയ്തെന്ന് നമുക്കറിയാമല്ലോ അത് കാണുമ്പോഴത്തേക്ക്. അതിനകത്ത് 6 ക്വസ്റ്റ്യനേ ഉള്ളൂ. ഒരെണ്ണം ഔട്ട് ഓഫ് സിലബസും കൂടെയാണ്. അപ്പോൾ എല്ലാവരും അവരവരുടെ ഫോൺ എടുത്ത് വെക്കുക. ഫോണിൽ കൂടെ ആയിരിക്കും ക്വിസ്. അവരവർക്ക് അവിടെ ആൻസർ ചെയ്യാം. ഇതിനകത്ത് ഒരു സെക്കൻഡ് ലോഗിൻ ചെയ്തോട്ടെ. ലോഗിൻ ചെയ്ത് ഇട്ടത് ഇത്രയും നേരം ആയതുകൊണ്ട് ഫോൺ എടുത്ത് ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ കാണാമല്ലോ സ്ക്രീൻ അല്ലേ? കാണാം ഡോക്ടറെ, കാണാം. ആരും ഇതുവരെ ലോഗിൻ ചെയ്തില്ല. ഒന്ന് ലോഗിൻ ചെയ്യാൻ വെയിറ്റ് ചെയ്യാം. ഞാൻ മീറ്റിംഗിലാണ് മോനെ, മീറ്റിംഗിൽ ഓൺലൈൻ മീറ്റിംഗ് കട്ട്. ഓ ഓക്കെ. ടഫ് ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല, വളരെ ഈസി ക്വസ്റ്റ്യൻസ് ആണ്. ഫസൽ ജോയിൻ ചെയ്തു. ഒരു പ്ലെയർ മാത്രം ഇത് കളിക്കാൻ പറ്റൂല, 2 പേരെങ്കിലും ആക്കാം.
ലോഗിൻ ചെയ്യാൻ വേണ്ടി ഏതാ പ്രസ് ചെയ്യേണ്ടത്? പിൻ നമ്പർ ആ മതിയോ? ക്യു ആർ കോഡ് സ്കാൻ Scan ചെയ്താൽ കിട്ടും. അല്ലെങ്കിൽ play.pancus.com എന്നുള്ള സൈറ്റിൽ പോയിട്ട് ഈ പിൻ നമ്പർ ഇടണം. അതെ, മൊബൈൽ ഓൺലൈൻ ആയിട്ടുള്ളവർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും സാർ, അതുകൊണ്ടാണ്. അത് മൊബൈലിലൊക്കെ ഇരിക്കുന്നത്. ആ സെയിം മൊബൈൽ ആ. അതാകുമ്പം പാടാണ്. 4-5 പേരായി. 4 പേരെ. ഒരു ഫ്യൂ സെക്കൻഡ്സ് കൂടെ വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മൊബൈലിലുള്ളവർക്ക് play.pancus.com പോയിട്ട് പിൻ നമ്പർ ഇടാം. ഏഴ് പേരായി. ആരും ഇല്ലെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് തുടങ്ങാൻ തോന്നുന്നു അല്ലേ? ഒരാൾ വിട്ടുപോയല്ലോ. 7 പേരുണ്ടായിരുന്നു, ഇപ്പൊ 6 ആയി. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കയറാൻ പറ്റില്ല. ഇപ്പൊ കയറി. അപ്പൊ ഞാൻ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാണ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. What does ALLI stand for? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. FDI എന്താണ്? കൺഗ്രാറ്റുലേഷൻസ്. അടുത്തത് ELLI എന്താണ്? എലിജിബിലിറ്റി, ELLI എലിജിബിലിറ്റി. ഈ വർഷത്തെ പുതിയ ഇനിഷ്യേറ്റീവ് ആണ് ചോദിക്കുന്നത്. GLT ഈ വർഷം ആദ്യമായിട്ട് തുടങ്ങിയ പുതിയ ഇനിഷ്യേറ്റീവ് ഏതാണ്? ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകും.
അപ്പൊ നമുക്ക് ആൻസർ കാണാം. ആരാ വിന്നർ? അപ്പോ കൺഗ്രാറ്റുലേഷൻസ് ടു കബീർ ദാസ്, റെജീന വർഗീസ് ആൻഡ് ബിജു പ്രസാദ്. അപ്പൊ എല്ലാരും ഒന്ന് ചൂടാക്കാൻ വേണ്ടി മാത്രം ചെയ്തതാണ്. അപ്പം അത് മാത്രമാണ് നമ്മൾ ഓവർ ഷൂട്ട് ചെയ്ത ടൈം. അപ്പം ഇന്നത്തെ ഈ സെഷൻ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ആൻഡ് ഹോപ്പ് ഇറ്റ് വാസ് യൂസ്ഫുൾ. മീൻസ് ഇനി എല്ലാവരും ലേൺ കയറി ഒന്ന് നോക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഐഡിയ കിട്ടും. അപ്പം അതൊന്ന് എല്ലാവരെയും ഒന്ന് ഇഗ്നേറ്റ് ചെയ്യാൻ മാത്രമേ ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിച്ചുള്ളൂ. താങ്ക് യു ഫോർ ദ പേഷ്യന്റ് ഹിയറിംഗ്. Doctor, it is really so helpful to the people. Right. Oh, thank you, sir. Thank you. രാമേന്ദ്ര സാറിന് എല്ലാവർക്കും പരിചയമില്ല. അദ്ദേഹം കഴിഞ്ഞ വർഷത്തെ 318E DG ആയിരുന്നു. വളരെ സ്ട്രോങ് ആൻഡ് ഇഫക്റ്റീവ് DG ആയിരുന്നു. അപ്പം അദ്ദേഹം വന്ന് ഇത് അറ്റൻഡ് ചെയ്തതിനുള്ള നന്ദി ഡിസ്ട്രിക്റ്റിന്റെ സൈഡിൽ ഞാൻ പറയുന്നതിന്റെ കൂടെ എല്ലാവരെയും പരിചയപ്പെടാനാണ് ഉദ്ദേശിച്ചത്. സാറ് ഇപ്പൊ മൾട്ടിപ്പിളിലെ ട്രഷററും കൂടിയാണ്. കബീറിനെ എനിക്കറിയാം. ഞാൻ സാറിനെ പിന്നും വാങ്ങിച്ചിട്ടുണ്ട്. സാറിന്റെ പിന്നൊക്കെ എനിക്ക് സാർ ഗുഡ് ഈവനിങ് സാർ. ബാബു ദിവാകരനാണ്. നമസ്കാരം. നമസ്കാരം. വെരി ഗുഡ്. ബാബു സാർ, വെൽക്കം നമ്മുടെ പ്രോഗ്രാമിലേക്ക്. സാർ, നമുക്കിത് നമ്മുടെ ഡിസ്ട്രിക്റ്റിലേക്ക് മാത്രം നിജപ്പെടുത്തണമെന്നില്ല. നമ്മളെ ലിങ്ക് ഞാൻ മൾട്ടിപ്പിളിൽ അയക്കുന്നുണ്ട്. ആ മൾട്ടിപ്പിളിൽ നിന്നുള്ള എല്ലാവർക്കും കയറാൻ പറ്റും. എത്ര പേർക്ക് കയറാൻ പറ്റും? കാര്യം എത്ര പേർക്ക് അയച്ചിരുന്നാലും സമയമാകുമ്പോൾ പലരും മറന്നു പോകാറുണ്ട്. ഇപ്പൊ 40 പേരായി. ഇതെനിക്ക് 1000-ഓളം ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോം ആക്കണം എന്നുള്ളതാണ് ആഗ്രഹം. അപ്പൊ എല്ലാവർക്കും പങ്കെടുക്കാം. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് ഒരു വാക്ക് ചെയർമാൻ എന്ന നിലയിൽ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കണ്ണൻ ഡോക്ടർക്ക് ആപ്റ്റായിട്ടുള്ള സബ്ജക്റ്റ് ആണ്. എന്റെ ഇത് വെച്ചിട്ട് ഞാൻ കൊടുത്ത കാര്യം ഇത്രയും നന്നായിട്ട് പറയാൻ എനിക്ക് തോന്നുന്ന ഡിസ്ട്രിക്റ്റിൽ മറ്റൊരാള് ഈ സോഫ്റ്റ്വെയർ സംബന്ധമായും കമ്പ്യൂട്ടർ നോളജ് വെച്ചിട്ടും നമ്മുടെ ലേൺ ആപ്പിനെ കുറിച്ചും നമ്മുടെ ഡിസ്ട്രിക്റ്റിന്റെ ഇത്തരം ഓപ്പർച്യൂണിറ്റികളെ കുറിച്ച് കണ്ണൻ ഡോക്ടർ വളരെ ഗംഭീരമായി പറഞ്ഞു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ നമ്മുടെ ക്ലബ്ബുകളിലെല്ലാം CQയും മറ്റു കാര്യങ്ങളും നടക്കുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന്റെ ക്ലാസ്സുകൾ വരുന്നുണ്ട്. എല്ലാ ആഴ്ചയും ഉള്ളത് കൊണ്ട് ഓരോരോ സബ്ജക്റ്റ് വൈസ് ആയിട്ട് നമുക്ക് ഇതിപ്പോ നമ്മുടെ 5ാമത്തെ എപ്പിസോഡാണ് നടന്നത്. ഈ വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്നതാണ്. പങ്കെടുക്കുന്നവരെല്ലാവരും മാക്സിമം ആൾക്കാരെ പങ്കെടുപ്പിക്കാനും മുടങ്ങാതെ ഇതിനകത്ത് മണ്ടേകളിൽ കയറി ഈ നമുക്ക് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ പല ആൾക്കാർക്കും വളരെ ഇത് നമ്മൾ പൈസ കൊടുത്ത് ട്രെയിനിങ് അറ്റൻഡ് ചെയ്തവർക്ക് അറിയാവൂ. ഒരു നല്ല ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഒരു ദിവസം 10,000-ൽ പരം രൂപ, പ്രൈവറ്റിലാണെങ്കിൽ അത് 25,000-ഉം 30,000-ഉം രൂപ നമുക്ക് ചെലവഴിക്കേണ്ടി വരും. ഒരു ട്രെയിനിങ് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആളിന് ഒരു ബിസിനസ് ട്രെയിനിങ്ങോ അങ്ങനെയുള്ള സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ്ങുകളോ അറ്റൻഡ് ചെയ്യണമെങ്കിൽ വലിയ പൈസകൾ കൊടുക്കേണ്ടി വരും. ലയൺസിൽ കിട്ടുന്ന ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. എമിനന്റ് ആയ നല്ല നമ്മുടെ ഇന്ത്യക്കും കേരളത്തിലും ഇന്ത്യക്ക് പുറത്തുമുള്ള നല്ല ട്രെയിനേഴ്സ് ആണ് നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ട് കിട്ടുന്നത്. അത് വളരെ നിസ്സാരമായിട്ട് ഈവൻ നമ്മുടെ പ്രസിഡൻഷ്യൽ അക്കാഡമി പോലെയൊക്കെ ഉള്ളത് നമുക്കിങ്ങനെ കിട്ടുന്ന ഒരു അവസരം എന്ന് പറയുന്നത് മാക്സിമം പ്രയോജനപ്പെടുത്തണം. നമ്മളെ ഈ ലീഡേഴ്സ് ഇവിടെ ഇരുന്ന് ഇപ്പൊ അറ്റൻഡ് ചെയ്യുന്ന ലീഡേഴ്സ് നമ്മുടെ ഡിസ്ട്രിക്റ്റിലെ നമ്മുടെ അണ്ടറിൽ വരുന്ന നമ്മുടെ കൂടെ ഉള്ള നമ്മുടെ ക്ലബ് പ്രസിഡന്റുമാരെ കൃത്യമായി അവർക്ക് അത് പറഞ്ഞ് അവരെ ബോധവൽക്കരിച്ച് ഈ പ്രസിഡൻഷ്യൽ അക്കാഡമി പോലെയുള്ള ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യാൻ കൃത്യമായി അവരെ പ്രൊമോട്ട് ചെയ്യണം. രണ്ടാമതൊരു കാര്യം കൂടെ പറയാനുള്ളത്, സാറ് തന്നെ പറഞ്ഞു, ലയൺസിൽ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ അവരിലൊരു ലീഡർഷിപ്പ് ഗ്രാജുവലി വന്നുകൊണ്ടേയിരിക്കും. അവർ പോലും അറിയാതെ. നമുക്കറിയാം, നമ്മളിലുള്ള ഒരാൾക്ക് ഒരു 10, 20, 50 പേരുടെ ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യാൻ ഫിംഗർ ടിപ്പിൽ ചെയ്യും. നമ്മുടെ ഒരു ലൈൻ മെമ്പറിന്റെ അടുത്ത് പറയാൻ ഒരു 50 പേരുടെ ഫുഡും വൈകിട്ട് ഒരു ചെറിയ ഫംഗ്ഷനും ഉണ്ട്, നോ പ്രോബ്ലം, വൈകിട്ട് ഞാൻ ചെയ്യാം, അപ്പോൾ തന്നെ ഫോണിൽ ചെയ്യാൻ പറ്റും. എന്നാൽ ഒരു സിവിലിയൻ, ഒരു ലൈനുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരാളുടെ അടുത്ത് വൈകിട്ട് ഒരു 50 പേരുടെ ഒരു പ്രോഗ്രാം ഉണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം മൊത്തം പതറിപ്പോവും. അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അതൊക്കെ അങ്ങനെ കിട്ടുന്ന നമുക്കൊരു 30 പേരെ ഓർഗനൈസ് ചെയ്യണം, ഒരു ചെറിയ കമ്മിറ്റി വിളിക്കണം, അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് ചെയർ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ലൈൻ മെമ്പർക്ക് അതൊരു നിസ്സാര കാര്യമാണ്.
ഇതെല്ലാം നമുക്ക് ലയൺസത്തിൽ നിന്ന് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ആണ്. അതുകൊണ്ട് ഇത്രയും വലിയ വലിയ ഓപ്പർച്യൂണിറ്റികൾ നമ്മുടെ മുമ്പിൽ തുറന്നു കിട്ടപ്പെടുന്ന ഈ പ്ലാറ്റ്ഫോം മാക്സിമം ഉപയോഗപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ആർക്കെങ്കിലും ഒരു രണ്ടു പേർക്ക് ഇന്നത്തെ ട്രെയിനിങ്ങിനെ കുറിച്ച് സംസാരിക്കാൻ അവസരമുണ്ട്. ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുകയോ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുകയോ ചെയ്യാം. കുറച്ചുപേര് ചാറ്റിൽ കമന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓമനകുമാർ സർ പറഞ്ഞോളൂ. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു. വളരെ നല്ല, വളരെ വളരെ നോളജബിൾ ആയിട്ടുള്ളതായിട്ട് തോന്നി. ഇതുപോലുള്ള ക്ലാസ്സുകൾ ഇനിയും വേണം. കണ്ണൻജിക്ക് 1000 അഭിനന്ദനങ്ങൾ. നമ്മളുടെ ഓർമ്മയും നോളജും വർദ്ധിപ്പിക്കാൻ അദ്ദേഹം നടത്തിയ ശ്രമത്തിന് എല്ലാവിധമായ അഭിനന്ദനങ്ങളും അനുമോദനങ്ങളും അർപ്പിക്കുന്നു.